മലപ്പുറം പൊന്നാനിയിൽ വിദ്യാർത്ഥിക്ക് നേരെ 10ഓളം തെരുവ് നായ്ക്കൾ പാഞ്ഞെടുത്തുവെന്ന് സങ്കടകരമായ വാർത്ത വരുന്നുണ്ട്. വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിൻ്റെ CCTV ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എത്ര പട്ടികൾക്ക് നടുവിലാണ് ഈ കുട്ടി പെട്ടുപോയത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. ആ കുട്ടി രക്ഷപ്പെട്ടത് ഭാഗ്യം. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് സമീർ, പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. പൊന്നാനിക്കടുത്ത് കൂട്ടാട് റോഡിൽ ദേവർ ക്ഷേത്രത്തിന് സമീപമാണ് തെരുവ് നായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥി സ്കൂളിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് 10ഓളം വരുന്ന തെരുവ് നായ്ക്കൾ ഈ ക്ഷേത്രത്തിന് സമീപത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവ ഈ വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന CCTV ദൃശ്യമാണ് നമ്മൾക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. വിദ്യാർത്ഥി ബാഗ് വീശിയും ഒച്ച വെച്ചുമാണ് ഈ തെരുവ് നായയെ ഓടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഈ ബഹളം കേട്ട് സമീപത്ത് നിന്ന് ഓടിയെത്തിയ ആളുകളും കൂടി ചേർന്നുകൊണ്ടാണ് ഈ തെരുവ് നായകളെ ഓടിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അത്ഭുതകരമായാണ് ഈ തെരുവ് നായ ആക്രമണത്തിൽ നിന്നും ഈ കുട്ടിയെ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. 10ഓളം വരുന്ന തെരുവ് നായ്ക്കളാണ് വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രദേശത്ത് തെരുവ് നായ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പ്രധാനമായും ഉയർത്തി കാണിക്കുന്ന കാര്യം. ഇതുകൊണ്ട് തന്നെ ശക്തമായ നടപടി തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറം കോട്ടക്കലിലെ 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ തെരുവ് നായ ആക്രമിക്കുകയും 10ഓളം ആഴത്തിലുള്ള മുറിവുകൾ ഈ കുഞ്ഞിന്റെ ദേഹത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജില്ലയിലുടനീളം ഇത്തരത്തിൽ ശക്തമായ രീതിയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി വിഷയത്തിൽ വേണമെന്നും എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.